എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് 1,00,000 കിലോമീറ്റർ നമ്മൾ സ്വിഫ്റ്റിന് ഓടിക്കഴിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണമെന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് ടൈമിംഗ് ബെൽറ്റാണ്. നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് നോക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ടൈമിംഗ് ബെൽറ്റ് 1,00,000 കിലോമീറ്ററിനകം ചേഞ്ച് ചെയ്യേണ്ടതാണ്. അത് ഷോറൂമിൽ കൊടുത്ത് ചേഞ്ച് ചെയ്താൽ അത്രയും നല്ലത്. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ഫ്യൂവൽ ഇഞ്ചക്റ്റേഴ്സാണ്. 4 ഇഞ്ചക്ടറാണ് വരുന്നത്. അത് നമ്മൾ ക്ലീൻ ചെയ്യാൻ കൊടുക്കണം. അത് ഫ്യൂൽ അഡിറ്റീവ് യൂസ് ചെയ്യാതെ ഇളക്കി ക്ലീൻ ചെയ്യാൻ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. 1,00,000 കിലോമീറ്റർ തന്നെ ചെയ്യാൻ പറയുന്നത് മൈലേജ് കൃത്യമായിട്ടിരിക്കും. അതുകൂടാതെ തന്നെ നമ്മൾ അങ്ങനെ ക്ലീൻ ചെയ്യാതെയാണ് ഓടുന്നതെങ്കിൽ ഇതിനകത്ത് തുരുമ്പൊക്കെ ഉള്ള എഞ്ചിനകത്ത് തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ ഇത് പിന്നെ ക്ലീൻ ചെയ്യാൻ ഇളക്കാൻ പറ്റാതായിട്ട് വരും. മൈലേജ് ഡ്രോപ്പും ഉണ്ടാകും. ഇളക്കാൻ പറ്റാതെ ഏറ്റി കൊടുത്ത് വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കേണ്ടി വരും. അത് പിന്നെ നല്ല ചിലവ് വരുന്ന കാര്യമാണ്. ഇഞ്ചക്ടേഴ്സ് ഒരെണ്ണം ക്ലീൻ ചെയ്യാൻ ട്രിവാൻഡ്രത്ത് 850 രൂപയാണ് വരുന്നത്. പിന്നെ ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ EGRും മറ്റും, EGR ഇൻലെറ്റ് മാൻഫോൾഡ് അതൊക്കെ എപ്പോൾ ആണ് ലാസ്റ്റ് ക്ലീൻ ചെയ്തത് എന്ന് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്നവരാണെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക. അല്ലാത്തവരാണെങ്കിൽ നിങ്ങളത് ക്ലീൻ ചെയ്യാൻ കൊടുക്കുക. ഇൻലെറ്റ് മാൻഫോൾഡൊക്കെ 30,000-40,000 കിലോമീറ്റർ ക്ലീൻ ചെയ്യേണ്ടതാണ്. അത് EGRൊക്കെ ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ഇളക്കി ക്ലീൻ ചെയ്യുക. ഇത് എല്ലാ സ്വിഫ്റ്റ് ഓണേഴ്സും ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ നമ്മൾ ഈ ടൈമിംഗ് ബെൽറ്റൊന്നും മാറിയില്ലെങ്കിൽ അത് എഞ്ചിൻ്റെ മൊത്തമുള്ള പ്രവർത്തനത്തെ ബാധിക്കും. EGRൊക്കെ ക്ലീൻ ചെയ്യാതെ ഓടിയ എഞ്ചിൻ പണി വരെ വരാൻ ചാൻസ് ഉണ്ട്, നല്ല ചാൻസ് ഉണ്ട്. സ്വിഫ്റ്റൊക്കെ എഞ്ചിൻ പണി വരാതെ 3 ലക്ഷം 4 ലക്ഷം ഒക്കെ ഓടിയ വണ്ടികളുണ്ട്. പക്ഷേ അതൊക്കെ ഇതുപോലെ തന്നെ പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് ആണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, കറക്റ്റ് ടൈമിൽ തന്നെ ഫ്യൂൽ ഫിൽറ്റർ മാറ്റുക. കമ്പനി പറയുന്നതെന്ന് ഒരു 3000 കിലോമീറ്റർ നേരത്തെ മാറിയാലും പ്രശ്നമില്ല. ലേറ്റായി മാറാൻ ശ്രമിക്കരുത്. കാര്യം നമ്മുടെ ഇഞ്ചക്ടേഴ്സൊക്കെ ലൈഫ് കുറയും, ഈ ഫ്യൂൽ പമ്പിന് ലൈഫ് കുറയും. ഇപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെയാണെങ്കിൽ ഫ്യൂൽ പമ്പ് റിപ്പയർ ചെയ്യാൻ കുറഞ്ഞ 6,800 രൂപ വേണം. ഇഞ്ചക്ടേഴ്സ് ക്ലീൻ ചെയ്യാൻ ഒരു 850 രൂപയാണ് പെർ പീസ് ട്രിവാൻഡ്രത്തെ കോസ്റ്റ്. ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ കാര്യം കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു.